എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെർണോളീസ് തിയറം ആൻഡ് ആപ്ലിക്കേഷൻസ്. ബെർണോളീസ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരിക്കൽ കൂടെ അതിൻ്റെ അതൊന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് ഇപ്പം നമുക്ക് 2 സെക്ഷൻസ് നമ്മൾ എടുക്കുകയാണ്. ഈ സെക്ഷൻസിലൂടെ ഉള്ള ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഡിസ്ചാർജ് എന്ന് നമ്മൾ ക്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. നമ്മളതിനെ ക്യൂ ഈസ് ഈക്വൽ ടു എ വി എന്ന് പറയും. ക്യൂ ഈസ് ഈക്വൽ ടു എ വി. ഈക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ക്യൂ ഈസ് ഈക്വൽ ടു എ വി. അപ്പം എ ഈസ് ഈക്വൽ ടു ഏരിയ. ഇവിടെ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിൻ്റെ ഏരിയ, അതാണ് ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്കാണ് നമ്മൾ എ എന്ന് പറഞ്ഞത്. വി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി. ശരിക്കും ഇത് മീൻ വെലോസിറ്റിയാണ്. കാരണം എല്ലായിടത്തും ഒരേ വെലോസിറ്റി ആയിരിക്കത്തില്ല. സോ വി ടേക്ക് ദിസ് വി ആസ് എ മീൻ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. റിമെമ്പർ ദിസ് യൂണിറ്റ്, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വൺ മോർ കൺവേർഷൻ, ദാറ്റ് ഈസ് 1000 ലിറ്റർ എന്ന് പറയുന്നതാണ് ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഈസ് 1000 ലിറ്റർ പെർ സെക്കൻഡ് ആണ് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ കൺവേർഷൻ ഫാക്ടർ ഈസ് 1000. ബിഗർ യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു മീറ്റർ ക്യൂബിൽ 1000 ലിറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ താഴ്ചയുമുള്ള ഒരു കുഴി ഉണ്ടെങ്കിൽ, സപ്പോസ് എ പിറ്റ് whose dimensions are length 1 meter, breadth 1 meter and depth is 1 meter, it contains a liquid that is equal to 1000 liter ആയിരിക്കും. That means 1 meter cube. ഇതിൻ്റെ വോളിയം 1 meter cube ആണ്. ആ 1 meter cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലിറ്റർ ആണ്. സോ റിമെമ്പർ ദാറ്റ്. അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരെണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട്, ദാറ്റ് മീൻസ് ദ ഡിസ്ചാർജ് ത്രൂ എ പർട്ടിക്കുലർ സെക്ഷൻസ് ആർ സെയിം. അപ്പം ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ്, 2 എന്ന് പറയുന്ന പോയിന്റ്, ഈ 2 പോയിന്റിലൂടെയുമുള്ള ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ക്വാണ്ടിറ്റി, ദ വോളിയം, ഫ്ലോ റേറ്റ് വിൽ ബി സെയിം. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ Q1 ഇസ് ഈക്വൽ ടു Q2. അതിന് നമുക്ക് A1 V1 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു A2 V2. A is the area, V is the velocity. A1 is the area of section 1. V1 is the velocity of section 1. A2 is the area of section 2. V2 is the velocity of 2. So continuity equation is A1 V1 is equal to, this is the mathematical representation of continuity equation. Continuity equation എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്നും കൂടി നമ്മളൊന്ന് റിമെമ്പർ ചെയ്യുന്നു, അത്രമാത്രം. അടുത്തത് ബെർണോളീസ് ഇക്വേഷൻസിലേക്ക് അല്ലെങ്കിൽ ബെർണോളീസ് തിയറത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ഏതൊക്കെ എനർജീസ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കാം. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പം ഫ്ലോയിങ് ഫ്ലൂയിഡിന് എനർജി ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള എനർജി ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പം അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ പാർട്ടിക്കിൾസിന് എന്തൊക്കെ തരം എനർജി ഉണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് എനർജി ദറ്റ് എ പാർട്ടിക്കിൾ ക്യാൻ ഹാവ്? എ പാർട്ടിക്കിൾ ക്യാൻ ഹാവ് 3 kinds of energy, that is potential energy, kinetic energy and pressure energy. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാം, കൈനറ്റിക് എനർജി ഉണ്ടാകാം, പ്രഷർ എനർജി ഉണ്ടാകാം. ഇത് 3 ഉണ്ടാകാം.
ഓക്കെ, സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ. എനർജി പൊസസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അതായത് അതിൻ്റെ ഡേറ്റം കൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. സപ്പോസ് എ ഫ്ലൂയിഡ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ എബവ് ദ ഹൊറിസോണ്ടൽ ലൈൻ. എന്ന് വെച്ചാൽ നമ്മളൊരു പൈപ്പ് വെച്ചിരിക്കുന്നത് നമ്മളുടെ തറയിൽ നിന്നും 10 മീറ്റർ ഉയരത്തിലാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. അതിനെ നമ്മൾ ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും, എന്താണ് പറയുന്നത്? സോ ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 10 മീറ്റേഴ്സ്. 10 മീറ്റർ വാട്ടർ ആണെങ്കിൽ 10 മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയാം. നമുക്ക് യൂണിറ്റിലേക്ക് വരാം. നമ്മൾ സാധാരണയായിട്ട് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡിലാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ പറയുന്നത് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡിലാണ്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡിലാണ് പറയുന്നത്. 2, 3 തന്നെയാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് ഹെഡ് ഓഫ് ലിക്വിഡിലായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ എനർജി പറയാനായിട്ട് താഴത്തു നിന്നുള്ള എത്ര ഹൈറ്റ് ഉണ്ട്? 10 മീറ്റർ ആണ്. അപ്പം നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 10 മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എന്ന് പറയാം. ലിക്വിഡ് എന്ന് പറയാൻ കാരണം വാട്ടർ ആണെങ്കിൽ വാട്ടർ, ഓയിൽ ആണെങ്കിൽ ഓയിൽ. രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ്. ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഡ്യൂ ടു ഇറ്റ്സ് വെലോസിറ്റി, ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ, ഡ്യൂ ടു ദ വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. വെലോസിറ്റി കൊണ്ട് അത് അച്ചീവ് ചെയ്യുന്നൊരു എനർജിയാണ്. വെലോസിറ്റിക്ക് നമുക്ക് വി എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ്, അതിന് നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടേംസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ 2g. ഇതാണ് കൈനറ്റിക് ഹെഡ്, ദാറ്റ് ഈസ് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ്. മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആണെങ്കിൽ മീറ്റേഴ്സ് ഓഫ് വാട്ടർ, മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ആണെങ്കിൽ മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ്, നമുക്കങ്ങനെ പറയാം. അടുത്തത് പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എനർജി ഡ്യൂ ടു പ്രഷർ. വി നോ ദാറ്റ് ദ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. ഇപ്പോൾ ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്നൊരു എനർജിയാണ് പ്രഷർ എനർജി. അപ്പം ആ പ്രഷർ എനർജി കൊണ്ട് ഉണ്ടാകുന്ന ഹെഡ് ആണ് ദാറ്റ് ഈസ്, അല്ലെങ്കിൽ പ്രഷർ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രഷർ ഹെഡ്. പ്രഷർ ഹെഡ് ഓർ പ്രഷർ എനർജി എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു P/W. ദാറ്റ് മീൻസ് ദിസ് P is the pressure in kilopascal. കിലോപാസ്കൽ എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. W is the സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ റോജി ആണ്, മറക്കണ്ട. സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു റോജി. സോ ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു Z പ്ലസ് V square by 2g plus P/W. This is called total energy of a fluid. Suppose നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെയുള്ള പൈപ്പ് ലിക്വിഡ് ഫ്ലോ ആണെങ്കിൽ ദിസ് ഈസ് പാർട്ട് 1 ആൻഡ് ദിസ് ഈസ് പാർട്ട് 2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എനർജി 1-ൽ എനർജിയും 2-ൽ എനർജിയും എന്താണ്, സെയിം ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. സോ ബെർണോളിസ് ഇക്വേഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വി സീ ദാറ്റ് എനർജി ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ, ദാറ്റ് ഈസ് ഹൈഡ്രോകൈനറ്റിക്സ്.
അതായത് നമ്മൾ ഇതുവരെയുള്ള അതിനകത്ത് നമ്മൾ ഫ്ലൂയിഡിൻ്റെ മോഷനിലെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഫോഴ്സസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എനർജി ടേം വരുന്നത്. എനർജി 3 തരത്തിലാണ് മോഷൻ ലിക്വിഡിനുള്ളത്. 1 പൊട്ടൻഷ്യൽ എനർജി, 2 കൈനറ്റിക് എനർജി, 3 പ്രഷർ എനർജി. പൊട്ടൻഷ്യൽ എനർജി മീൻസ് എനർജി പൊസസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇസ് എനർജി പൊസസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഓർ വെലോസിറ്റി. സോ ദിറ്റ്സ് എക്സ്പ്രഷൻ ഇസ് v²/2g. പ്രഷർ എനർജി, ഇറ്റ് ഈസ് എനർജി ഡ്യൂ ടു ദ പ്രഷർ പ്രസൻറ്റ് ഇൻ ദ ലിക്വിഡ് or pressure head. So it is expressed as P/W. P by specific weight. P is the pressure in kilopascal and W is the specific weight. W കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് rho g എടുത്താൽ മതി. Rho is the density, g is the acceleration due to ഗ്രാവിറ്റി. അപ്പം നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ആ ലിക്വിഡ് ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള ലിക്വിഡ് ആണെങ്കിൽ അതിന് ഏതൊക്കെ തരം ഈ 3 എനർജിയും ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും പ്രഷർ എനർജിയുടെയും സം ആയിരിക്കും. സോ ടോട്ടൽ എനർജി TE = Z. Z എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ഡാറ്റം ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. ദാറ്റ് ഈസ് Z പ്ലസ് v²/2g പ്ലസ് P/W is called ടോട്ടൽ എനർജി. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടോട്ടൽ എനർജി. ഇനി നമ്മൾ ടോട്ടൽ ഹെഡിലേക്ക് നമ്മൾ പറഞ്ഞാലും അതും ഇങ്ങനെ തന്നെയാണ്. Z പ്ലസ് v²/2g പ്ലസ് P/W. നമുക്ക് ബെർണോളിസ് ഇക്വേഷനിലേക്ക് നോക്കാം. ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ എ പെർഫെക്റ്റ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ കണ്ടിന്യൂസ് സ്ട്രീം, ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഉള്ള മീനിങ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലിക്വിഡ് ഡസ് നോട്ട് ഹാവ് എനി ഫ്രിക്ഷൻ ഓർ വിസ്കസ് എഫക്റ്റ്. നമുക്കറിയാം സാധാരണയായിട്ടൊരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിന് ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഡ്യൂ ടു ദാറ്റ് ഈസ് ദ വിസ്കസ് എഫക്റ്റ് ആണത്. അപ്പോൾ പെർഫെക്റ്റ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ വിസ്കസ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഐഡിയൽ ലിക്വിഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. രണ്ടാമത് ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്രസിബിൾ. ഡെൻസിറ്റി നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിന് ചേഞ്ച് ഇല്ല, വോളിയത്തിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഡെൻസിറ്റിക്ക് ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ വോളിയം റിമൈൻസ് കോൺസ്റ്റൻ്റ് എന്ന് മനസ്സിലാക്കണം. വോളിയം കോൺസ്റ്റൻ്റ് ആണ് ബിക്കോസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ എന്താണ് കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ? കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നു. വോളിയം കൂടാം, വോളിയം കുറയാം അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ദ പ്രഷറിനനുസരിച്ചിട്ട്. അപ്പം നോക്ക്, ഒരു ലിക്വിഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിക്വിഡാണ് എന്ന് വെച്ചാൽ അതിനകത്ത് വിസ്കസ് എഫക്റ്റ് ഇല്ല, ഫ്രിക്ഷണൽ എഫക്റ്റ് ഇല്ല. ഇൻകംപ്രസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫ്ലോയിങ് ഇൻ എ കണ്ടിന്യൂസ് സ്ട്രീം, ഇടവിട്ടല്ല പോകുന്നത്. ഇറ്റ് ഈസ് ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി അല്ലേ. ചില കേസിൽ നമ്മൾ പൈപ്പിലൂടെയൊക്കെ വെള്ളം വരുന്ന സമയത്ത് ഇടവിട്ട് വീഴുന്ന നമുക്ക് കാണാം. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. സോ ഫ്ലോയിങ് ഇൻ കണ്ടിന്യൂസ് സ്ട്രീം, അങ്ങനെയുള്ളൊരു ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ബെർണോളിസ് തിയറം നമുക്ക് പറയാൻ പറ്റൂ. ഇത് ഈ തിയറത്തിൻ്റെ എസൻഷ്യൽ പാർട്ടാണ്. That means the liquid should be perfect. The liquid should be incompressible. The liquid should flow continuously. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. Then the total energy of particles remains the same. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പൈപ്പിലൂടെ പോകുന്നു, ഞാൻ ഒരു പോയിന്റ് എടുത്തു 1, രണ്ടാമത്തെ പോയിന്റ് 2, മൂന്നാമത്തെ പോയിന്റ് എടുത്തു. ഇവിടെയെല്ലാം പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, Z1 പ്ലസ് v1² / 2g പ്ലസ് P2/W.
ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എനർജി നമ്മൾ എങ്ങനെ എടുക്കും? Z2 പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് this is P1 P2 by W. Similarly, you can write this is also Z3 plus etc. So, this is called Bernoulli's equation. That means ഈ ഒന്നെന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയും രണ്ടെന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയും സെയിം ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തുല്യമാകണമെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടും, അവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ വെലോസിറ്റി കുറയും, അപ്പോൾ പ്രഷർ കൂടും. പക്ഷേ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 100 കിട്ടിയാൽ ഇവിടെയും 100 കിട്ടും, ഇവിടെയും 100 തന്നെ ആയിരിക്കും. സോ ദ ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് സെയിം എന്നാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ദ കണ്ടീഷൻസ് ആർ ദെയർ. The liquid should be perfect, the liquid should be incompressible, and there should be the continuous stream of flow. Then the total energy remains the same. Total energy എന്തായിരിക്കും? Total energy remains the same. So we can say that Z plus V square by 2G plus P by W is equal to constant. What is Z? Potential energy or potential head. What is V square by 2G? Kinetic energy or kinetic head. What is P by W? Pressure energy or pressure head. P is the pressure in kilopascal. W is the specific weight. V is the velocity. G is the acceleration due to gravity. So this is called Bernoulli's equation. That means the total energy of particles remains the same. Okay. Now we move on to the next section, that is the limitations of Bernoulli's theorem. Every theorem has its own limitations. No theorem is beyond the limitation, of course. So we are considering certain assumptions. First is uniform velocity. Uniform velocity എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സ് എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. There is no cross flow, but we have assumed that it is uniform flow, but in actual flow fluid will be moving like this. So that is not uniform. In actual case the flow is not uniform. അപ്പോൾ അത് there is ആ ഒരു വ്യത്യാസമല്ലേ. In actual case non uniform flow. രണ്ടാമത്തത്, in Bernoulli's theorem we have assumed that there is no external force except gravity. നമ്മൾ ഗ്രാവിറ്റി മാത്രമേ അസ്യൂം ചെയ്തുള്ളൂ. ബട്ട് ഇൻ ആക്ച്വൽ കേസ് there are other forces like frictional force is there. So that is, അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ കൂടി ഈ ഫ്ലോയ്ക്കകത്തുണ്ട്. സോ അപ്പം ഇൻ ആക്ച്വൽ കേസിൽ നമുക്ക് ഇവിടെ നമ്മൾ ഗ്രാവിറ്റി മാത്രമേ കൺസിഡർ ചെയ്തിട്ടാണ് ബെർണോളിസ് തിയറം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ടേംസ് ഒന്നും ബെർണോളിസ് തിയറത്തിലില്ല. അപ്പം ബെർണോളിസ് തിയറത്തിൻ്റെ മറ്റൊരു ലിമിറ്റേഷനാണ് ഇൻ എ റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ദർ ഈസ് ഫ്രിക്ഷൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ബെർണോളിസ് തിയറം. അടുത്തത് നോ ലോസ് ഓഫ് എനർജി. നമ്മൾ വേറെ ഒരു രൂപത്തിലുള്ള എനർജി ലോസും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് പ്രഷർ ഹെഡ് വെലോസിറ്റി ഹെഡ് ആകുന്നു, വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡ് ആകുന്നു, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. ബട്ട് യു സീ ഇൻ ടർബുലൻറ്റ് ഫ്ലോയിൽ നമ്മുടെ കൈനറ്റിക് എനർജി, ദറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഇറ്റ് ഈസ് ബീയിങ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട് ഇൻ ടർബുലൻറ്റ് ഫ്ലോ. കൂടാതെ വിസ്കസ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. വിസ്കസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി, നോർമലി ടർബുലൻറ്റ് ഫ്ലോയിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നതാണ് ടർബുലൻറ്റ് ഫ്ലോയിൽ. അപ്പം അവിടെ ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഷിയർ ഫോഴ്സ് കൊണ്ട് ഒരു ഷിയർ റെസിസ്റ്റൻസ് ഉണ്ടാകും, അതുവഴി എനർജി ലോസ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിസ്കസ് എഫക്റ്റ് വഴി ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് വഴി ഷിയർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, അതുവഴി ഫ്ലോയ്ക്ക് ഒരു എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ബെർണോളിസ് തിയറത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ആൻഡ് മോറോവർ വെൻ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ കർവ്ഡ് പാത്തിലൂടെ പോകുന്ന സമയത്ത് there is a centrifugal effect. ഫ്ലോയിൽ we have studied that an object moving through in a curved path.
കർവ്ഡ് പാത്തിലൂടെ പോകുമ്പോഴത്തേക്ക് there is an effect which is called centrifugal effect is there. So that is not considered in Bernoulli's theorem. ബെർണോളിസ് തിയറത്തിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചാൽ പറയേണ്ട എത്രയാണ്? ഇൻ ബെർണോളിസ് തിയറം വി ഹാവ് കൺസിഡേർഡ് ദ ഫ്ലോ ഈസ് യൂണിഫോം ബട്ട് ഇൻ ആക്ച്വൽ ഫ്ലോ ഈസ് നോൺ യൂണിഫോം ഫ്ലോ. രണ്ടാമത്തത്, ഇൻ ബെർണോളിസ് തിയറം വി ഹാവ് കൺസിഡേർഡ് ദാറ്റ് ദർ ഈസ് ഓൺലി ഗ്രാവിറ്റി ഫോഴ്സ് ഈസ് ദെയർ ബട്ട് ഇൻ ആക്ച്വൽ കേസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ദെയർ. In Bernoulli's theorem, we have considered no loss of energy, but in actual case, in turbulent flow, the kinetic energy of the fluid is converted into heat energy, and in viscous effect, due to viscous effect or viscosity of the fluid, shear resistance is coming, so there is a considerable loss of energy in that way. അത്തരത്തിൽ നമുക്ക് എന്തുണ്ടാവും? എനർജി ലോസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കർവ്ഡ് പാത്തിലൂടെ ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് വിച്ച് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ബെർണോളിസ് തിയറം. ദിസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. നൗ വി മൂവ് ഓൺ ടു ദ പ്രോബ്ലം. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ടേപ്പേർഡ് പൈപ്പ്. ഒരു ടേപ്പേർഡ് പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. അതിൻ്റെ ഒരെൻഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 mm ആണ്. മറ്റേ എൻഡിൻ്റെ ഡയമീറ്റർ വിച്ച് ഈസ് നത്തിങ് ബട്ട് 50 mm. ഫൈൻഡ് ദ ഡിസ്ചാർജ് അറ്റ് ദ ലാർജർ എൻഡ്. ഇതിന് നമുക്ക് ഒന്നെന്ന് കൊടുക്കാം. ഇവിടുത്തെ Q1 കണ്ടുപിടിക്കണം. ആൻഡ് ദ വെലോസിറ്റി ഹെഡ്, ഇവിടുത്തെ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ v²/2g, v²/2g കണ്ടുപിടിക്കണം. ഇഫ് ദ വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ലാർജർ എൻഡ്, ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് 2 m/s തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് v1 ഉണ്ട്. v1 ഈസ് ഈക്വൽ ടു 2 m/s. d1 ഡയമീറ്റർ തന്നിട്ടുണ്ട് 150 mm. അതിനെ മീറ്റർ ആക്കണം. 0.15 മീറ്റർ. ഏരിയ കണ്ടുപിടിക്കണം. a1 ഈസ് ഈക്വൽ ടു π/4 d1². ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു d1². ഞാൻ ആൻസർ മാത്രമേ എഴുതത്തുള്ളൂ. ഏരിയ വന്നിട്ട് 17.67 ഇൻറ്റു 10⁻³ m². So you have to calculate this area. Then by using this you can find Q. What is Q1? Discharge. Q1 is equal to A1 V1. A1 നമുക്കുണ്ട് 17.67 ഇൻറ്റു 10⁻³ ഇൻറ്റു വെലോസിറ്റി is equal to 2. What is Q1 കിട്ടുന്നത്? 44.2 ഇൻറ്റു 10⁻³ m³/s. ഇതാണ് ഇവിടുത്തെ ഡിസ്ചാർജ്. ലിറ്ററിൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1000. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതങ്ങ് പോകും. 10⁻³ പോയിട്ട് 44.2 liters/s എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് A2 കണ്ടുപിടിക്കുക. സിമിലർലി നമ്മൾ A2 കണ്ടുപിടിക്കുക. A2 ഈസ് ഈക്വൽ ടു π/4 d2². വാട്ട് ഈസ് d2? d2 നമുക്കുണ്ട്. d2 ഈസ് ഈക്വൽ ടു 50 mm ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പം 0.05 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ π/4 d2² എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 1.964 ഇൻറ്റു 10⁻³ m² ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ബെർണോളിസ് തിയറം പ്രകാരം പഠിച്ച എന്താണ്? Q1 is equal to Q2. ഇവിടുത്തെ ഡിസ്ചാർജ് തന്നെയായിരിക്കും ഇവിടുത്തെയും ഡിസ്ചാർജ്. അപ്പം നമുക്ക് എന്ത് പറയാം? ബൈ ബെർണോളിസ് തിയറം Q1 is equal to Q2. വാട്ട് ഈസ് Q1? 44.2 ഇൻറ്റു 10⁻³ വാട്ട് ഈസ് Q2? A2 ഇൻറ്റു V2. ഓക്കെ, സോ നമുക്ക് A2 ഉണ്ട്. 44.2 ഇൻറ്റു 10⁻³ 1.964 ഇൻറ്റു 10⁻³ ഇൻറ്റു V2. സോ യു ക്യാൻ ഫൈൻഡ് V2 ഈസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്താൽ മതി, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് V2 ഈസ് ഈക്വൽ ടു 22.5 m/s. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വെലോസിറ്റി ഹെഡ് ആണ് അല്ലേ? സോ അതിവിടെ ചെയ്യാം. വെലോസിറ്റി ഹെഡ് മീൻസ് എന്താണ്? ഈക്വൽ ടു v²/2g. ഇവിടെ നമുക്ക് എക്സിറ്റ് വെലോസിറ്റി ഹെഡാണ് വേണ്ടുന്നത്. അപ്പോൾ V2 എന്ന് കൊടുക്കുക. നമ്മുടെ V2 എത്രയാണ്? 22.5 the whole square by 2 into
9.81. So the answer is 25.8 meter. 25.8 meter. Okay. അപ്പം നമുക്ക് 25.8 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഒരിക്കൽ കൂടി ഈ പ്രോബ്ലം പറഞ്ഞു തരാം. അതായത് നമ്മളൊരു ടേപ്പേർഡ് പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഒരു സെക്ഷനിൽ ഉള്ള ഡയമീറ്ററും അതിൻ്റെ അവിടുത്തെ വെലോസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. എക്സിറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ V1 എഴുതി, D1 എഴുതി, ഏരിയ കണ്ടുപിടിച്ചു π/4 D1². അതുപോലെ എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു. Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഡിസ്ചാർജ് = ഏരിയ ഇൻറ്റു വെലോസിറ്റി. ദിസ് A1 V1, A1 ഇൻറ്റു V1. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 44.2 × 10⁻³ m/s എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ A2 കണ്ടുപിടിച്ചു. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം V2 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത എന്താണ്? Q1 = Q2. എന്താണ് Q1 = Q2 എന്ന് എഴുതാൻ? ആസ് പെർ ദ ബെർണോളിസ് ഇക്വേഷൻ Q1 = Q2 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് ത്രൂ 1 = ഡിസ്ചാർജ് ത്രൂ 2. 2ലുള്ള ഡിസ്ചാർജും സെയിം ആയിരിക്കും. വാട്ട് ഈസ് ദ ഡിസ്ചാർജ് ത്രൂ 1? 44.2 × 10⁻³ അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂ ആണ്. എന്നിട്ട് Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. A2 × V2. അതിൽ A2 നമ്മുടെ കയ്യിലുണ്ട്. V2 കണ്ടുപിടിക്കണം. V2 = 44.2 × 10⁻³ ഡിവൈഡ് ബൈ 1.964 × 10⁻³ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 22.4 m/s എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഹെഡ് അറ്റ് എക്സിറ്റ് ആണ്. വെലോസിറ്റി ഹെഡ് അറ്റ് എക്സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് V²/2g, V2²/2g. വാട്ട് ഈസ് V2? 22.5. 22.5 square by 2 into g, 9.81. സോ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡാണ്. ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ആണ്. മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ 25.8 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. സോ ദർ ഈസ് അനദർ പ്രോബ്ലം. ദിസ് പ്രോബ്ലം ഐ എം ഗിവിങ് യു ആസ് അസൈൻമെൻറ്റ്. ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗൂഗിൾ ക്ലാസ് റൂമിലും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ അസൈൻമെൻറ്റിൻ്റെ കൂടെ ഈ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് ഇടേണ്ടതാണ്. എ സർക്കുലർ പൈപ്പ് ഓഫ് 250 mm. സർക്കുലർ പൈപ്പാണ്, 250 mm ഡയമീറ്റർ. ഓക്കെ. 250 ആകുമ്പോൾ നമ്മൾ സർക്കുലർ പൈപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 250 mm ആണ്. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡ് ബൈ 1000. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് 0.8 ആണ്. ഓക്കെ. റേറ്റ് ഓഫ് Q ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 120 liters/second ആണ്. അതിനെ 1000 കൊണ്ട് ഭാഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, 10⁻³ m³/s എന്ന് വരും. ഓക്കെ. അതുപോലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 20 kPa ആണ്. 20 kPa. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? Z + V²/2g + P/W അറ്റ് എ പോയിന്റ് 3 meter. അപ്പോൾ Z എന്ന് പറയുന്നത് എത്രയാണ്? Z = 3 meter. V നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി. Q ഉണ്ട് അല്ലേ? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ = π/4 d². D ഇതാ കിടക്കുന്നത്. അപ്പം ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി എടുത്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി W എന്ന് പറഞ്ഞാൽ എന്താണ്? W = ρg. ഈ റോ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇൻറ്റു 9.81. അപ്പോൾ ഇതിൻ്റെ ഹിൻ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ഇടുക. കൂടാതെ ബാക്കി അസൈൻമെൻറ്റ്സ്. സോ ദിസ് ഈസ് അസൈൻമെൻറ്റ് നമ്പർ 1. A1. ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം, ദ എനർജീസ് ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ്, ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടോട്ടൽ എനർജി ഓഫ് എ
ഫ്ലൂയിഡ് അറ്റ് എനി സെക്ഷൻ ഈസ് സെയിം. അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.